ഈശ്വർ പ്രസാദ്, ഈ PM ശ്രീ പദ്ധതിയിൽ എല്ലാം പഠിച്ച് ഒപ്പിട്ടവരാണ്. പക്ഷേ ഇപ്പോൾ CPI കണ്ണുരുട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, ഈ പദ്ധതി മരവിപ്പിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു പഠനം ആവശ്യമാണ്, പുനഃപരിശോധനയിലേക്ക് പോവുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തോട്? അതോടൊപ്പം തന്നെ അങ്ങനെ പുനഃപരിശോധന എന്നുള്ള ഒരു വിഷയം ഈ ധാരണയിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് അതിനൊക്കെ ഏകപക്ഷീയമായി പിന്മാറാൻ ഇവർക്ക് സാധിക്കുമോ ഈശ്വർ പ്രസാദ്? ഒരിക്കലുമില്ല. ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിനു ശേഷം ഉണ്ടായിട്ടുള്ള LDF-നുള്ളിൽ ഉണ്ടായിട്ടുള്ള കോലാഹലത്തിന് ഒരു ജനങ്ങളുടെ മുമ്പിൽ ഒരു നിലപാട് CPIക്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഉപസമിതിയും കത്തയക്കലുമല്ല. ഒരിക്കലും സർക്കാരിന്, കേരള സർക്കാരിന് ഒറ്റയ്ക്ക് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സാധിക്കില്ല. ഒന്നുമെങ്കിൽ കേന്ദ്രം ഈ പദ്ധതി റദ്ദാക്കണം, ഈ MOU റദ്ദാക്കണം, അല്ലെങ്കിൽ രണ്ട് സർക്കാരുകളും, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ചിരുന്ന് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീരുമാനിച്ച് അതിൽ നിന്ന് ഈ MOU ക്യാൻസൽ ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇവർക്ക് ഇലക്ഷൻ വരെ ഈ തർക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായി ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രമാണ് ഈ കത്തയക്കലും ഉപസമിതിയും. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പഠിച്ചതൊക്കെ കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് പഠിച്ച് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി കാണാൻ പോകുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാകുന്ന പദ്ധതിയാണ്. അപ്പൊ അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയൊക്കെ ഉണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്. പക്ഷെ CPI ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഒരു അവരുടെ ഇടയിൽ ചെറിയ പ്രശ്നമുണ്ടായത് കൊണ്ട് അത് ഇലക്ഷനെ ബാധിക്കുമെന്നുള്ളത് മാത്രമാണ് ഇത്തരം പൊള്ളയായ നിലപാടുകൾ, പൊള്ളയായ തീരുമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ഒരു അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് ഇങ്ങനെയൊക്കെ തീരുമാനിച്ചുകൊണ്ട് പുനഃപരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാണ് തീരുമാനമെങ്കിൽ നേരത്തെ എങ്ങനെയാണോ പൊതുമുഖത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ABVP സമരം ചെയ്തത് അതേ രീതിയിൽ ABVP സമരം ചെയ്യും. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുനിരത്തിലൂടെ സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിലുള്ള സമര പരിപാടികളുമായിട്ട് ABVP മുന്നോട്ട് പോവുകയും ചെയ്യും. ഈശ്വർ പ്രസാദ്, അതുപോലെ തന്നെയാണ് ഈ NEPക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്നെയാണ്. ആ വിദ്യാഭ്യാസ മന്ത്രി അംഗമായിട്ടുള്ള മന്ത്രിസഭയിലാണ് ഇപ്പോൾ ഈ പദ്ധതി ഒന്ന് പുനഃപരിശോധിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവുകയില്ല. അത്രത്തോളം വാചാലനായതാണ് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി. ഈ പദ്ധതി നടപ്പിലായാൽ എന്തൊക്കെ ഗുണമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അവർക്ക് കൃത്യമായ വ്യക്തതയുണ്ട് എന്ന് അദ്ദേഹം അന്ന് സംസാരിച്ചപ്പോൾ ബോധ്യമായ കാര്യമാണ്. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നിഷ്പ്രഭമാവുകയാണോ? നമ്മുടെ കുട്ടികളുടെ ഭാവി തുലാസിലാക്കുകയാണോ ഇവർ? തീർച്ചയായിട്ടും ഒരു കുട്ടികളെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ആശങ്കയിലാഴ്ത്തുന്ന തീരുമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടും NEPയുമായി ബന്ധപ്പെട്ടും യാതൊരുവിധ ആശങ്കയുമില്ല. NEPക്ക് എന്താ കുഴപ്പം എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അവരവരുടെ നിലപാട് മാറ്റി. ഞാൻ യൂട്ടേൺ അടിച്ചു, ഞാൻ നിലപാട് മാറ്റി, എന്റെ നിലപാട് മുമ്പത്തെ അല്ല ഇപ്പോഴത്തെ നിലപാട് എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇത് കൃത്യമായിട്ട് പറയുകയും ഈ പദ്ധതി വിദ്യാർത്ഥികൾക്ക് ഉപകാരമുള്ള പദ്ധതിയാണെന്ന് പറയുകയും ചെയ്ത് ഇത്രയും രക്ഷിതാക്കളെ അല്ലെങ്കിൽ ഇത്രയും ഈ വിദ്യാർത്ഥികളെ അവർക്കെല്ലാം സ്വീകാര്യമായ രീതിയിൽ പദ്ധതിയെ അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇന്ന് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയ നയങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം തീരുമാനങ്ങൾ, പക്ഷെ ആ തീരുമാനങ്ങൾ പുറത്തു പറയുന്ന സമയത്ത് അത് കേരളത്തിലെ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. അതിന് കൃത്യമായി വ്യക്തത വരുത്തിയില്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തോട് ഈ സർക്കാർ ഉത്തരം പറയേണ്ടി വരും. നന്ദി ശ്രീ ഈശ്വർ പ്രസാദ്, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.